രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ജില്ലാതല യോഗങ്ങൾക്ക് ഒരു പ്രതീക ഭംഗിയുണ്ട്. ഒരു അധിനിവേശ സേനയോട് കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് പോരാടുന്ന ഒരു പ്രാദേശിക സേനയെ ഓർമ്മിപ്പിക്കുന്നു ഈ മന്ത്രിസഭ. 1000 നാവുള്ള നുണകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ഒറ്റ നാവിനെ ഓർമ്മിപ്പിക്കുന്നു ജില്ലാതല കൂട്ടായ്മകളിലും അതിലെ പൊതുയോഗങ്ങളിലും ജനങ്ങളോട് സംവദിക്കുന്ന മുഖ്യമന്ത്രി. പിണറായി വിജയൻ മന്ത്രിസഭ 5ാം വർഷത്തിലേക്ക് പോവുകയാണ്. കേരളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ്. വാർത്താപത്രങ്ങളും വാർത്താ ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും കണ്ടാൽ അതറിയാനുമുണ്ട്. സർക്കാരിനെതിരായ നുണകൾ ദിനംപ്രതിയല്ല, മണിക്കൂറുതോറും കളം നിറഞ്ഞാടുകയാണ്. 2 വാർത്തകൾ മാത്രം എടുത്തു കാണിക്കട്ടെ. മുഖ്യമന്ത്രി 3 BJP ഗവർണർമാരെ അത്താഴവിരുന്നിന് വിളിച്ചു എന്നും ഗവർണർമാർ ആ ക്ഷണം നിരാകരിച്ചു എന്നുമുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും ആ കള്ളവാർത്തയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി. പിന്നാലെ ഗോവ രാജ്ഭവൻ തന്നെ ആ വാർത്ത നിഷേധിച്ചു. ശനിയാഴ്ച വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ഔദ്യോഗിക അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു എന്ന കള്ളവാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 2ാം പിണറായി സർക്കാർ പറയുന്നത് ഞങ്ങൾ നവകേരളത്തിലേക്ക് പുതുവഴികൾ തേടുകയാണ് എന്നാണ്. എങ്കിൽ ഞങ്ങൾ നുണവഴികളിലൂടെ തടയും എന്നാണ് പ്രതിപക്ഷം തെളിയിക്കുന്നത്.